സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പം എൻ്റെ നാട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. മഞ്ചേരിക്കടുത്തുള്ള തൃക്കലങ്കോട് പഞ്ചായത്ത്. എൻ്റെ 28 വയസ്സ് വരെ ഞാൻ പിന്നെ വളർന്ന ഒരു നാടാണ്. 3 വയസ്സിലാണ് നാട്ടിലേക്ക് എത്തുന്നത്. ജനിച്ചത് പിന്നെ ചുങ്കത്തറ മാർത്തമാശുപത്രിയിലാണ്, നിലമ്പൂർ മണ്ഡലത്തിലെ. പക്ഷെ 3 വയസ്സുള്ളപ്പോൾ തൊട്ട് 28 വയസ്സ് വരെയുള്ള സുദീർഘമായ 25 വർഷക്കാലം ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ് തൃക്കലങ്കോട്. തൃക്കലങ്കോട്ടിൽ ഞാൻ പിന്നെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം, എൻ്റെ കോളേജ് വിദ്യാഭ്യാസം ഒക്കെ അവിടെ തന്നെയാണ്. രാഷ്ട്രീയത്തിലേക്ക് ഞാൻ എത്തുന്നത് അവിടെ തന്നെയാണ്. ഞാൻ അവിടെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ചില സ്ഥാനാർത്ഥികൾ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ്. പല വാർഡിലും പല നിലപാടുകൾ തന്നെ എനിക്കുള്ളത്. ഏറ്റവും യോഗ്യരായ ഓരോരോ സ്ഥാനത്തെത്തുക എന്നുള്ളതാണ്. അവിടെ ആമിയൂർ 1-ാം വാർഡ് പുളിങ്ങോട്ടുപുറം എന്ന വാർഡിലെ സ്ഥാനാർത്ഥി ബാലൻകുട്ടിക്ക് CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന, LDF സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ മത്സരിക്കുന്ന ബാലൻകുട്ടിക്ക് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്തത്. ബാലൻകുട്ടിയുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധമെന്ന് പറയുന്നത്, ഞാൻ 15 വയസ്സിൽ DYFയുടെ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ ചെല്ലുമ്പോഴാണ് പിന്നെ DYFയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. എൻ്റെ നാട്ടിലെ പിന്നെ അവിടെയുള്ള DYFക്കാരുന്നത്. എൻ്റെ നാട്ടിൽ DYF ഇല്ല. അങ്ങനെ കരിക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് 3-4 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് അവിടെ പോയിട്ട് മെമ്പർഷിപ്പ് അങ്ങോട്ട് ചോദിച്ച് മേടിക്കുന്നു. പിന്നീട് അവിടെ പിന്നെ DYFയുടെ യൂണിറ്റ് കമ്മിറ്റി യൂണിറ്റ് യൂണിറ്റ് സെക്രട്ടറി ആവുന്നു. 16-ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം നാട്ടിൽ ആദ്യമായി ഒരു DYFയുടെ യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് ഞാൻ വരുന്നു. 17-ാമത്തെ വയസ്സിൽ DYFയുടെ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നു. 18 വയസ്സ് തികയുന്നതിന് മുമ്പ് DYFയുടെ മേഖലാ സെക്രട്ടറി ആയിട്ട് വരുന്നു. വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പരിമിതി, ആ കമ്മിറ്റിക്കകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ എന്നുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് ഏട്ടാ ഇക്ക എന്നൊക്കെ വിളിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ തന്നെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു കമാൻഡിങ് പവറിൽ പല കാര്യങ്ങളിലും കോട്ട നിശ്ചയിക്കുക, പിന്നെ അവർക്ക് ചില അസൈൻമെൻറ്റ് കൊടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷാർപ്പായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ എനിക്ക് ഈ ഒരു പരിമിതി ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് രൂക്ഷമായി സംസാരിക്കേണ്ടി വരുമ്പോൾ, അതേപോലെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരെ യൂണിറ്റ് കമ്മിറ്റികളിൽ പങ്കെടുക്കുമ്പോഴും ഈ യൂണിറ്റ് സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും അതിലെ പിന്നെ ജോയിന്റ് സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ അവരോ ഒരു ചെറിയ ചക്കരായിട്ട് ഞാൻ ചെല്ലുക. അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. ഇവരൊക്കെ നമ്മളെക്കാൾ മൂത്തവരാണ്. അപ്പോൾ പിന്നെ ആ ഒരു വിനയം കാണിച്ചുകൊണ്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും പറയേണ്ടതൊക്കെ പറയുമായിരുന്നു. അവരെല്ലാം വളരെ സ്നേഹപൂർവ്വം തന്നെ സ്വീകരിച്ചിട്ടുള്ള അക്കാലം തൊട്ടുള്ള ബന്ധമാണ് ബാലൻകുട്ടിയായിട്ടുള്ളത്. ബാലൻകുട്ടി ഒരു കൂലിപ്പണിക്കാരനാണ്, സാധാരണക്കാരനാണ്, കർഷക തൊഴിലാളിയാണ്. ബാലൻകുട്ടിയുടെ കുടുംബം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അന്ന് DYFയുടെ മേഖലാ സെക്രട്ടറി ആകുമ്പോൾ അന്ന് ആമിയൂർ യൂണിറ്റിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നത് ബാലൻകുട്ടിയുടെ ജ്യേഷ്ഠൻ രാജേട്ടനും അതേപോലെ തന്നെ കുമാരേട്ടനുമാണ്. ആശാരിപ്പണിക്കാരനാണ് കുമാരേട്ടൻ. അപ്പോൾ അവർ രണ്ടുപേരായിരുന്നു അവിടെ സെക്രട്ടറിയും പ്രസിഡന്റും. ബാലൻകുട്ടിയുടെ അനിയനെ എനിക്കറിയാം, ബാലൻകുട്ടിയുടെ അച്ഛനെ എനിക്കറിയാം. ആ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്. മാത്രമല്ല പിന്നീട് പിന്നെ സംഘടനയ്ക്കകത്തെ ചില നിർണായക ഘട്ടങ്ങളിലൊക്കെ എന്നോടൊപ്പം പിന്നെ എൻ്റെ ചില നിലപാടുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നിന്ന നൂറുകണക്കിന് വിവിധ ബ്രാഞ്ചുകളിലുള്ള സഖാക്കളുടെ കൂട്ടത്തിൽ നിന്ന ഒരാൾ കൂടിയാണ് ബാലൻകുട്ടി. അന്ന് തൊട്ടേ പാർട്ടി മെമ്പറായിരുന്നു, ഇടക്കാലത്ത് LCയിലുണ്ടായിരുന്നു, ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, ഒക്കെ ഇപ്പോൾ പഞ്ചായത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളാണ് ബാലൻകുട്ടി. പിന്നെ ഞാൻ ഇവരുടെ നാട്ടിലേക്ക് പിന്നെ ഒരു 3 മാസം ഇവരുടെ നാട്ടിൽ ആമിയൂർ വീട് താമസിച്ചു. പ്രത്യേക ഘട്ടത്തിൽ എൻ്റെ വീട് വിറ്റ് സാമ്പത്തികമായി പ്രതിസന്ധിയിലായപ്പം ഒരു 500 രൂപ വാടകയ്ക്ക് അവിടുത്തെ അന്നത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും LCയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകനുമായിരുന്ന എൻ്റെ സുഹൃത്തു കൂടെയായിട്ടുള്ള മമ്മൂട്ടിയാക്കയുടെ മക്കളും എൻ്റെ സുഹൃത്തുക്കളാണ്. പിന്നെ എല്ലാവരും ആ മക്കളൊക്കെ മൂത്തോന ആരിസ് ഒക്കെ എൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചതാണ്. ഇപ്പോൾ ഗൾഫിലാണ്. നാണി അതിന് താഴെയുള്ളത്, ചെറിയവരുടെ പേര് എനിക്കറിയില്ല. അതേപോലെ മമ്മൂട്ടിയാക്കയുടെ ഭാര്യ ഒക്കെ എനിക്ക് വളരെ ആ വീട്ടിൽ നിന്ന് ഒരുപാട് വർഷം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ മമ്മൂട്ടിയാക്കിയുള്ള വീട് അറേഞ്ച് ചെയ്ത് അങ്ങനെ പോകുന്നു. അന്ന് ആ വീട് ഷിഫ്റ്റ് ചെയ്യുക, എൻ്റെ വീട് ഒരു 8-10 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ്, കുമ്മംകുളം എന്ന പ്രദേശത്ത് നിന്ന്. അവിടെ നിന്ന് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം പുറത്തുനിന്ന് ആരെയും വിളിക്കേണ്ടി വന്നില്ല. ഇവരാണ് ബാലൻകുട്ടിയുടെയും ആരിസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ, ഷിയാബിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും കൂടിയാണ് സാധനങ്ങൾ വണ്ടി ഒരു 10-200 മീറ്റർ ദൂരെ വരെ പോയി മഴക്കാലത്ത് ജൂൺ മാസത്തിൽ ഇവരൊക്കെ കൂടിയാണ് ഏറ്റിക്കൊണ്ടേ അവിടെ ആക്കുന്നത്, എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ പിന്നീട് ഗൾഫിലേക്ക് പോകുന്നു. അതിനിടെ പപ്പയുടെ മരണം. എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചതിൽ അവിടെയുള്ള ഓരോ മനുഷ്യർക്കും, ആ നാട്ടിലുള്ള ഓരോ മനുഷ്യർക്കും, ഞങ്ങൾ അതിനു മുമ്പ് താമസിച്ച 8-10 കിലോമീറ്റർ അപ്പുറത്ത് താമസിച്ച കുമ്മംകുളത്തുള്ളവരും ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വെച്ചിട്ട് അവിടെയുള്ള ആൾക്കാർ വരികയായിരുന്നു. അങ്ങനെ ചേർത്ത് പിടിച്ച ഞങ്ങൾക്ക് ആ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ മമ്മിയുടെയോ പപ്പയുടെയോ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പോലും ഇല്ല, ഒരു ബന്ധുക്കൾ പോലും ഇല്ല. അങ്ങനെയുള്ള നാട്ടിൽ നാട്ടുകാരാണ് എൻ്റെയും എൻ്റെ പപ്പയുടെയും സാന്നിധ്യത്തിൽ പ്രത്യേകിച്ചും എൻ്റെ മമ്മിയെയും അനിയത്തിമാരെയും നോക്കിയെന്നുള്ളത് നാടിനോടുള്ള എൻ്റെ ഒരു ബന്ധം, എനിക്ക് കടപ്പാട് എനിക്ക് തീർത്താൽ തീരില്ല. വീടൊക്കെ മാറി 2006 ഞാൻ ഗൾഫിൽ പിന്നെ പോകുന്ന സമയത്ത് അന്ന് അവിടെയാണ് ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ ആമിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു യുവധാര എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് രൂപീകരിക്കാൻ വേണ്ടി നിശ്ചയിക്കുന്നു. ഞാൻ അതിൻ്റെ പിന്നിലേ ഉള്ളൂ, കർട്ടന് പിന്നിലേ ഉള്ളൂ. യുവധാര എന്ന് പറയുന്നത് അവിടെ ആദ്യമായിട്ട് അങ്ങനെ ക്ലബ്ബ് രൂപീകരിക്കുന്നത്. അതിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അന്ന് ഈ യുവധാര എന്ന് പറയുന്നത് DYFയുടെ മുഖമാസികയുടെ പേര് എന്നുള്ള രീതിയിലാണ് ഓണാഘോഷമൊക്കെ സംഘടിപ്പിക്കുന്നു. ആ നാട്ടിലൊരു പുതിയ അനുഭവമായിരുന്നു. പിന്നെ അങ്ങനെ ആ ഓണാഘോഷം ഒക്കെ സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് യുവതാര പിന്നീട് വളർന്നു കിട്ടും. അപ്പോൾ അവർ സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് റെഡിയാക്കി അവിടെ എല്ലാ വർഷവും 7s ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. അവർ പറയാറുണ്ട്, ആ സമയത്ത് വിളിക്കാറുണ്ട്, നിങ്ങൾ രാജേട്ടൻ ഞങ്ങളെ ഓർക്കാറുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഷബീറും ഷിയാബൊക്കെ വിളിച്ച് അഞ്ചലും ഒക്കെ വിളിച്ച് പറയാറുണ്ട്.
അപ്പം പിന്നെ 2006 ഞാൻ ഗൾഫിലേക്ക് പോകുന്ന വളരെ പെട്ടെന്നാണ്. എനിക്ക് വിസ എടുക്കുന്നു. പിന്നെ നോമ്പ് കാലത്താണ്. പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു കൈനിക്കര മമ്മൂട്ടിയാക്കാന്ന് പറയും, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് പന്തലൊക്കെ കെട്ടി എനിക്കുള്ള യാത്രയയപ്പ് ഒരു സമൂഹ നോമ്പ് തുറയായിട്ടാണ് തരുന്നത്. പിന്നെ അന്ന് വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഒരു ഇഫ്താർ പാർട്ടിയായിട്ട് എനിക്കുള്ള യാത്രയയപ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് കൈനിക്കര മമ്മൂട്ടിയാക്ക പിന്നെ എല്ലാം കഴിഞ്ഞ് പിരിയാൻ നേരത്തിനടുത്തൊരു കവർ തരുന്നു, ഒരു 500 രൂപ. അന്നത്തെ കാലത്ത് 500 രൂപയ്ക്ക് വലിയ വിലയുണ്ട്. പിറ്റേന്ന് ഞാൻ ഗൾഫിലേക്ക് പോവുക. തിരക്ക് പിടിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ നോമ്പ് തുറയ്ക്ക് പങ്കെടുക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് അതിനുശേഷം 9 വർഷങ്ങൾക്ക് ശേഷം 2015 ഞാൻ കുറച്ചുകൂടിയൊക്കെ സാമ്പത്തികമായി മെച്ചപ്പെട്ട സമയത്ത് അവിടുത്തെ സമൂഹ നോമ്പ് അവിടെ നടക്കുന്ന സമൂഹ നോമ്പ് തുറയിൽ എനിക്കൊരു പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ തന്നെ ബാലൻകുട്ടി അന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആ സമയത്ത് ബാലൻകുട്ടി വിളിച്ച് പറഞ്ഞിട്ട് അതിലൊരു മേജർ പാർട്ട് എനിക്ക് പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു ആ സമൂഹ നോമ്പ് തുറയ്ക്കുന്നുള്ളത്. ഒരു പക്ഷേ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കിലെടുക്കും, ദൈവവിശ്വാസി എന്നുള്ള രീതിയിൽ. അവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കുമ്പം നാളിതുവരെയുള്ള ചരിത്രത്തിൽ ആമിയൂരിൽ നിന്ന് ഒരേ ഒരു തവണ മാത്രമാണ് LDFൻ്റെ സ്ഥാനാർത്ഥി CPMൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ മക്കളും എൻ്റെ സുഹൃത്തുക്കളാണ്. പിന്നെ മാനും അതേപോലെ തന്നെ കുഞ്ഞുട്ടി, അതായത് അവരെ ഒറിജിനൽ പേര് ഷംസീറും ഷബീറും. അവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പിന്നെ കുട്ടിയാപ്പാക്ക എന്ന് ഞങ്ങൾ വിളിക്കുന്ന ബോമാലി എന്നാണ് ശരിക്കുള്ള പേര്. കുട്ടിയാപ്പാക്കയുടെ അനിയൻ ഹൈദരാബാദ് എൻ്റെ വളരെ ജ്യേഷ്ഠ സഹോദര തുല്യനാണ്. കുട്ടിയാപ്പാക്ക പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അടുത്ത ബന്ധമായിരുന്നു. ഞങ്ങളെ അടുത്ത അയലോക്കുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുട്ടിയാപ്പാക്ക കഴിഞ്ഞ വർഷം മരണപ്പെട്ടപ്പോൾ ഞാൻ ആ സമയത്ത് പോയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2010 തെരഞ്ഞെടുപ്പിൽ 2010 അന്ന് ഞാൻ ഗൾഫിലാണ്. ഞാൻ പ്രോപ്ലാന്റ് UNC എന്ന് പറയുന്ന ഹൂസ്റ്റൺ കേന്ദ്രമായിട്ടുള്ള അമേരിക്കൻ കമ്പനിയുടെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യണം, ഒരു ഓഫീസ് മാനേജറായിട്ട്. അത് ഖത്തറിലെ മെസൈദ് എന്ന് പറയുന്ന സ്ഥലത്ത് കാസ്കോ എന്ന് പറയുന്ന ഖത്തറിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, അവിടുത്തെ റോയൽ ഫാമിലിയുടെ സ്ഥാപനമാണ്. മറ്റേ പെട്രോ കെമിക്കൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അവിടേക്ക് എത്തി അവരെ ഗേറ്റ് പാസ് എടുത്ത് ഗേറ്റ് പാസ് കാണിച്ച് അകത്തേക്ക് കിടക്കുന്ന ആ സമയത്താണ് ഇവിടുന്ന് റിസൾട്ട് വിളിച്ച് പറയുന്നത് കുട്ടിയാപ്പാക്ക ഒരു വോട്ടിന് ജയിച്ചു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാം, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തി ഒരു അറിയിക്കാതെ മാനേജറെ വിളിച്ചുകൊണ്ട് വണ്ടി തിരിച്ച് ഞാൻ റൂമിലേക്ക് പോയി. പിന്നീട് നാട്ടിലേക്കുള്ള വിളികളായിരുന്നു. എനിക്ക് ഭയങ്കര ഏറ്റവും അന്ന് കുട്ടിയാപ്പാക്ക പരാജയപ്പെടുത്തിയത് മുസ്ലിം ലീഗിൻ്റെ സലാമാക്കനെയാണ്. ഒരു വോട്ടിനാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വോട്ടിനാണ് ജയിക്കുന്നത്. ഞാൻ കുട്ടിയാപ്പാക്ക ഒന്ന് ഫോണിൽ വിളിച്ചപ്പോൾ ഫോണിൽ കൂടി കുട്ടിയാപ്പാക്ക കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷം കുട്ടിയാപ്പാക്ക പാവം മരിച്ചുപോയി. സലാമാക്കി എൻ്റെ വളരെ അടുത്ത സൗഹൃദമാണ്. പിന്നീടാണ് ആ സൗഹൃദം തിട്ടമാകുന്നത്. എൻ്റെ പ്രേക്ഷകരെ എന്നെ വിമർശിക്കാൻ വേണ്ടി വിളിക്കാറുണ്ട്, ചില കാര്യങ്ങൾ അനുകൂലിക്കാറുണ്ട്. അപ്പം എന്തായിരുന്നാലും അന്ന് സലാമാക്കിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുട്ടിയാപ്പാക്ക വിജയിക്കുന്നു. ആ കുട്ടിയാപ്പാക്കയുടെ വിജയം, പഞ്ചായത്തിലെ വേറെ ഒരു വാർഡും എനിക്ക് നോക്കിയിട്ടില്ല, കുട്ടിയാപ്പാക്കയുടെ വിജയം, അമീരുള്ള വിജയം, അതിൽ ഞാൻ സന്തോഷിച്ചാണ്. ഞാൻ ലീവ് ഫോണിൽ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നു. പക്ഷേ വീട്ടിലിരുന്ന് ലാപ്പിലിരുന്ന് എൻ്റെ ജോലികളൊക്കെ തീർത്തു. 2010 അവിടെ നിന്ന് കുട്ടിയാപ്പാക്ക ജയിക്കുന്നു. പിന്നെ 2015 ആരായിരുന്നു മത്സരിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. 2020 അവിടെ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഷിഹാബിൻ്റെ ഭാര്യ ആബിയാണ് ഞാനൊക്കെ ആബി എന്നാണ് വിളിക്കുക. ആബിയാണ് മത്സരിച്ചിരുന്നത്. ആബി പക്ഷേ കുറഞ്ഞ വോട്ടുകൾക്കൊന്ന് പരാജയപ്പെട്ടു. ഇത്തവണ അവിടെ ഞങ്ങളുടെ വാർഡാണ്, ബാലൻകുട്ടിയാണ് മത്സരിക്കുന്നത്. ആബി ഷിഹാബ് ഒരു പ്രണയിച്ച് പോകാൻ കഴിച്ചവരാണ്. മക്കളൊക്കെ നല്ല മിടുക്കലായിട്ട് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ആബി എന്നെ വിളിച്ചിരുന്നു. ഷിഹാബ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പം പിന്നെ വളരെ നല്ല ബന്ധമുള്ളതാണ്. ബാലൻകുട്ടിയെ പോലെ ഒരാളെന്ന് പറഞ്ഞാൽ പൂർണ്ണ സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉയർന്ന വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയല്ല ഇതിൻ്റെ ഒന്നും മാനദണ്ഡം എന്ന് നമ്മൾ മുമ്പിൽ തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ കരുണാകരനും 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള VS അച്യുതാനന്ദനും ഒക്കെ. അതുകൊണ്ട് തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, LLB കഴിഞ്ഞു, LLM കഴിഞ്ഞു എന്നുള്ളതോ MBA കഴിഞ്ഞു എന്നുള്ളതൊന്നല്ല വിഷയം. ജനങ്ങൾക്കിടയിൽ ആ വാർഡിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ശേഷിയുള്ള പ്രാപ്തിയുള്ള ഒരു ഓഫീസിൽ പോയ ആളുകളോട് സംസാരിക്കാൻ, എന്നാൽ വളരെ സാധാരണക്കാരെടുത്ത് ഇടപെടാൻ, എത്ര വലിയവൻ്റെ അടുത്ത് ഇടപെടാൻ ഒക്കെയുള്ള ശേഷിയുള്ള പിന്നെ ഒരു ലീഡിങ് പിന്നെ പേഴ്സണാലിറ്റി ഉള്ള ഒരു കാര്യങ്ങൾക്കകത്ത് ഇടപെടാനുള്ള ശേഷിയുള്ള ഒരു കഴിവാണ്. പിന്നെ അതിനുള്ള കഴിവുള്ള പിന്നെ കാര്യങ്ങൾ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ, നാടൻ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള കഴിവുള്ള ഒറേറ്ററും കൂടിയാണ് ബാലൻകുട്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാവ് പിന്നെ ബാലകൃഷ്ണൻ എന്നാണ് കേട്ടോ, ബാലൻകുട്ടി തങ്ങൾ വിളിക്കുക. എപ്പോഴാണ് ശ്രദ്ധിച്ചത് ബാലകൃഷ്ണൻ എന്ന പേര് എന്നുള്ളതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളൊക്കെ ബാലൻകുട്ടി എന്ന് വിളിച്ച് ശീലിച്ചിട്ട്. സഖാവ് ബാലകൃഷ്ണനെ ചുറ്റിക അരിവാൾ നക്ഷത്ര മലയാളത്തിൽ ആമിയൂർ 1ാം വാർഡിൽ നിന്ന് പുളിങ്ങോട്ട് പുറത്ത് നിന്ന് തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.